ഹായ് ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ പോണത് ലോണ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ അടുത്ത് തുടങ്ങി. ഇതുവരെയായിട്ടും ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും കഴിഞ്ഞിട്ടില്ല, ഡെലിവറിക്ക് വേണ്ട ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് പ്രൈവറ്റിൽ ചിലപ്പോൾ ആവേണ്ടി വരും. പ്രൈവറ്റിലാകുമ്പോൾ കുറച്ചധികം തന്നെ പൈസ നമുക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാട്ടോ, ഒരു പേഴ്സണൽ ലോൺ. പക്ഷേ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അവർ നാളെ ഒന്നും കൂടിയും വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫോമുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം, എന്നിട്ടാണ് അറിയുള്ളൂ കേട്ടോ ലോൺ കിട്ടുമോ ഇല്ലേന്ന്. അപ്പോൾ അതിൻ്റെ കാര്യത്തിനൊക്കെ കുറച്ച് നേരം പോയതിനു ശേഷം പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് വന്നോട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തക്കുടൂസ് ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് പോയേക്കാണ്. അപ്പോൾ ഞാൻ റിച്ചും കൂടിയിട്ടാട്ടോ വന്നേക്കുന്നത്. തൃശ്ശൂർ എന്തിനാണ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാക്കൊരു ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വെള്ളീൻ്റെ ഒന്നല്ല, സാധാ ഫാൻസി ബ്രേസ്ലെറ്റ് ആട്ടോ. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഇക്കാന്ന് പൈസ ഇല്ലാണ്ട് വാങ്ങാണ്ട് പോയിണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വാങ്ങണം വെച്ചിട്ട് വന്നതാട്ടോ. ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങളൊരു ചെരുപ്പിൻ്റെ കട കണ്ടു കേട്ടോ. ചെരുപ്പിൻ്റെ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ കുറേ ചെരുപ്പുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. 100 രൂപ 150 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ 100 രൂപയുടെ ചെരുപ്പ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. ആ എടുക്കേണ്ട നീല കളർ ചെരുപ്പില്ല, അതെനിക്ക് ഇഷ്ടമായിട്ടാണ്. ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറില്ല. പിന്നെ അങ്ങനത്തെ നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനത്തൊക്കെ കുറച്ച് സേഫായിട്ട് നമുക്ക് ഇടാൻ പറ്റൂല ചെരുപ്പുകളൊക്കെ. ഞാൻ ഇടണ ചെരുപ്പ് ഓൾറെഡി ഭയങ്കര സ്ലിപ്പാവണ ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് മറ്റേ എടുക്കാൻ വെച്ചിട്ട് പോയപ്പോൾ അവിടെ 100 രൂപയുടെ ചെരുപ്പ് പറഞ്ഞിട്ട് 250 രൂപയാണ് കേട്ടോ ആ ചെരുപ്പിന്. അപ്പോൾ വാങ്ങിക്കാണ്ട് പോന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ്. അല്ലെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിലത്ത് പോകണതാണ് സഹിക്കാൻ പറ്റാത്ത. വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥത എടുക്കട്ടെ, തല കറങ്ങണ പോലൊക്കെ തോന്നുന്നുണ്ട്. കണ്ട് എന്തൊരു ബ്ലോക്കാന്ന് നോക്കി. ഞാനിങ്ങനെ ബ്ലോക്കിലൊന്നും അധികം പോവാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ തൃശ്ശൂർക്കൊന്നും അത്രയ്ക്ക് അധികം യാത്ര ചെയ്യാത്ത ആളാണ്. പക്ഷെ ഇങ്ങനെ കുറേ ബ്ലോക്ക് കണ്ടപ്പോൾ എന്തോ പോലെ വയ്യാണ്ട് ഈ വെയിലൊക്കെ കൊണ്ടിട്ട്. ഇതാണ് കേട്ടോ വിയ്യൂർ ജയിൽ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വിയ്യൂർ ജയിൽ, ഒരു സിനിമ ഉണ്ടല്ലോ ദിലീപിൻ്റെ, അതിൽ കാണിക്കുന്നുണ്ട് ഈ ജയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങളിതാ ബ്രേസ്ലെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ ഈ സ്ഥലം. കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് തോന്നുന്നു. ഭയങ്കര തണ്ടൽ വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര ബ്ലോക്ക് അല്ല ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇത്രയും തോന്നെ സമയം എടുത്തപ്പോൾ വണ്ടിയും ഇരുന്നിട്ട് ഭയങ്കര തണ്ടൽ വേദന ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മുമ്പ് നോക്കി വെച്ചതായിരുന്നു, ഞാൻ പറഞ്ഞില്ല ബ്രേസ്ലെറ്റ്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഇഷ്ടമായ ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ വളകൾ, കുട്ടികളുടെയൊക്കെ വളകളില്ലേ, ഫാൻസി വളകൾ, പിന്നെ വലിയവർക്ക് വേണ്ട വളകൾ, അതുപോലെ തന്നെ കൈ ചെയിൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കൈ ചെയിൻ തന്നെ ഗോൾഡിൻ്റെ കളർ ഉണ്ടായിരുന്നു, അതുപോലെ സിൽവർ, അങ്ങനത്തെ ഒക്കെ ഓരോ കളറുള്ളതാണ് കേട്ടോ. വെള്ളിയല്ല കേട്ടോ അതുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാലകളുണ്ടായിരുന്നു, അതേപോലെ സിൽവറിൻ്റെ കളറുള്ള മാല, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കളറുള്ള മാല, പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ മാല പറയില്ലേ, അത് കളറൊന്നും പോയില്ല തോന്നുന്നു ആ മാല. അങ്ങനത്തെ മാല ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫാൻസി മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പാണ് തോന്നുന്നു. കുറേ മാലകളും ബ്രേസ്ലെറ്റുകളും ആട്ടോ അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ കമ്മലുകളുണ്ട് കേട്ടോ ലേഡീസിൻ്റെ. പക്ഷെ അത് കുറവായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഉള്ളതൊക്കെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ, കുറവുള്ളെങ്കിലും. എനിക്ക് ഈ കൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ സിൽവർ കളറുള്ളത്. പക്ഷെ അങ്ങനത്തൊന്നും യൂസ് ചെയ്യില്ല, അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലേഡീസിന് അങ്ങനത്തെ ഇടാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ കാണാൻ. ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ. പിന്നെ ഇതൊക്കെ കണ്ട കൈച്ചേനൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. 150 രൂപ, 100 രൂപ, 200 രൂപ, അങ്ങനെയൊക്കെ പല പല റേറ്റിൻ്റെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തത് 220 രൂപേൻ്റെ അങ്ങോട്ട് തോന്നുന്നു ഒരു കൈ ചെയിനായിട്ട് എടുത്തത്. അതാണ് ഇഷ്ടമായത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാ വേണ്ടതെന്നാട്ടെ ചോദിക്കുന്നത്. അവസാനം ഈ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ കണ്ടു കഴിഞ്ഞാൽ സിൽവറിൻ്റെ ഒരു ടച്ചൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് കളറൊന്നും പോവില്ല, കുറേ കാലം നിൽക്കും. തീരെ കളർ പോവില്ല എന്നല്ല, കുറേ കാലം കളർ പോവാണ്ട് അങ്ങനെ നിൽക്കൂട്ട, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് മാറ്റാട്ടോ. പിന്നെ ഞങ്ങൾ മോതിരം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോതിരം വാങ്ങിച്ചില്ല കേട്ടോ. മോതിരത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 180 രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ മോതിരം വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിക്ക് ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിക്കാനാണ് കയറിയേക്കുന്നത്. കുറേ കാലമായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ തക്കുടൂനുള്ള ബിരിയാണിയും പാർസൽ വാങ്ങിച്ചിട്ട് നേരെ തക്കുടൂൻ്റെ സ്കൂളിലേക്കാട്ടോ പോണത്, അവനെ വിളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഏകദേശം സ്കൂൾ വിടുന്ന ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോറിക്ഷയിൽ വരാൻ നിൽക്കണ്ടല്ലോ, ഞങ്ങൾ ഇത് തന്നെയല്ലേ പോകണമെന്ന് വെച്ചിട്ട് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തക്കുട് ചോറൊക്കെ തിന്നിട്ട് കൈയൊക്കെ കഴുകി വരികയാണ് കേട്ടോ. പാത്രമൊക്കെ അവൻ തന്നെ കഴുകിയിട്ട് വരികയാണ്. അവനൊക്കെ വിളിച്ചു. അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ. പിന്നെ വീട്ടിലെത്തി അവന് ബിരിയാണിയൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയ്ക്കുള്ള കുഞ്ഞിയ വ്ളോഗ്. പുതിയ വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.